CBSE 12ാം ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണ്ണയം സ്വകാര്യ ഏജൻസിയായ കോ-എംറ്റ് തുടരും. മൂല്യനിർണ്ണയത്തിനായി OSM പ്ലാറ്റ്ഫോം ഉപയോഗിക്കും. കോ-എംറ്റ് സെർവറുകളിൽ നിന്ന് ഉത്തരക്കടലാസിന്റെ വിവരങ്ങളും രേഖകളും CBSE സെർവറുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കോ-എംറ്റിന് തുടരാമെന്നുള്ള തീരുമാനത്തിലേക്ക് CBSE എത്തുന്നത്? പ്രവിധ CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ പ്രക്രിയയുടെ ഭാഗമായി കോ-എംടെക് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ മാറ്റിയേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും പുനർമൂല്യനിർണ്ണയത്തിന്റെ പ്രക്രിയയുടെ ഭാഗമായി കോ-എംറ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് തുടരുമെന്ന കാര്യം അറിയിക്കുകയാണ്. ഈ പ്രക്രിയയ്ക്കായി അതിന്റെ തന്നെ OSM പ്ലാറ്റ്ഫോം ആയിരിക്കും ഉപയോഗിക്കുക. സൈബർ ആക്രമണങ്ങളിൽ നിന്ന് പോർട്ടലിനെ സുരക്ഷിതമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്നുള്ളത്. ഒപ്പം തന്നെ കോ-എംറ്റിന്റെ സെർവറുകളിൽ നിന്ന് ഉത്തരക്കടലാസിന്റെ വിവരങ്ങൾ, മറ്റ് രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBSEയുടെ സെർവറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു മാറ്റം, അല്ലെങ്കിൽ CBSEയുടെ സെർവറുകളിലേക്ക് ഈ രേഖകൾ മാറ്റിയിരിക്കുന്നത് എന്ന് കൂടി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. മറിച്ച് സർക്കാർ വൃത്തങ്ങളാണ് ഈ ഒരു വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ ഈ പുനർമൂല്യനിർണ്ണയത്തിന്റെ സമയം നീട്ടി നൽകിയിരുന്നു. നാളെ അർദ്ധരാത്രി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം നീട്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും അതിനിടയിലാണ് ഈ വലിയ ആക്ഷേപം പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്ന കോ-എംറ്റ് എഡ്യൂടെക് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിക്ക് തന്നെ ഇപ്പോൾ പുനർമൂല്യനിർണ്ണയം നടത്തുവാനുള്ള ആ പ്രക്രിയയുടെ ഭാഗമാകാനുള്ള അവസരം വീണ്ടും നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.